ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് നമ്മൾ വർക്കിന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ ചെക്കപ്പ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, മൈലേജ് ഷോട്ട് പറയുന്നുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, പിക്കപ്പ് ലോ, പെട്രോൾ ലീക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡ് മിറർ മാറിനേഴ്സ് പറയുന്നുണ്ട്. ജനറലായിട്ട് സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി പറഞ്ഞ രീതിയുടെ വണ്ടിക്ക് വലിയ കുറവൊക്കെ ഉണ്ട്. പിന്നെ ക്ലച്ച് സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്, സ്പീഡോമീറ്റർ വർക്ക് ചെയ്യണില്ല, ബ്രേക്ക് അത്ര ക്ലിയർ അല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സുകൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ചെറിയൊരു ടൈറ്റ് കാണിച്ചു, അപ്പോൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമെയാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നോക്കി നല്ല ഓയിലാണ് കിടക്കുന്നത്. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ശരിക്കും മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിട്ടാൽ ഒരു പരിധി വരെ നമുക്ക് മൈലേജിൻ്റെ കേസിൽ ഒരു പരിധി വരെ ഒരു പോം വഴി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ കാർബേറ്ററിൻ്റെ കേസ് ഉണ്ടല്ലോ, കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എൻ്റെ അഭിപ്രായത്തിൽ അഴിക്കാതിരിക്കണം നല്ലത്. കാരണം വെച്ചാൽ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പുതിയ കാർബേറ്റർ വെച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. 99% കംപ്ലയിൻ്റാണ്. പ്രത്യേകിച്ച് മാസ്റ്റർ എഡ്ജ് ഡ്യൂറ്റ് മോഡൽ അഴിച്ചാൽ കാർബേറ്റർ പോയി എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ കൂട്ടത്തിക്കടെ കാർബേറ്ററിൻ്റെ ശോചനീയാവസ്ഥയും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് വണ്ടി ഈ പറഞ്ഞ രീതിക്കടെ കാർബേറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. പ്രത്യക്ഷത്തിൽ പെട്രോൾ ലീക്കൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ ഓവർഫ്ലോ ഉണ്ടാവാം. ഓൾറെഡി കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ശരിയായിരിക്കാം. കാർബേറ്റർ അങ്ങനെ പ്രോബ്ലം വന്നേക്കാം. കാരണം എന്താ വെച്ചാൽ കാർബേറ്റർ കംപ്ലയിൻ്റ് ഉള്ളതാണ് ഈ വണ്ടിക്ക്. അപ്പോൾ കാർബേറ്റർ മാറ്റാൻ കണക്കാക്കിയിട്ടാണ് അഴിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അതുമ്പോൾ തൊടാനേ നിൽക്കരുത്. ഇപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് മാറ്റിയിട്ടാൽ ഒരു പരിധി വരെയുള്ള മൈലേജ് ഷോട്ടൊക്കെ അതിനകത്ത് മാറിക്കോളും. പിന്നെ വലിയ കുറവൊക്കെ കാണിക്കുന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റേണ്ട ടൈമാണ്. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സർവീസിലൊക്കെ പറഞ്ഞേക്കണ പോലെ തന്നെ ഇവിടുത്തെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട്. അത് ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വരുമ്പോഴാണ് പ്രശ്നം കാണിക്കുക. നമ്മളെങ്ങനെ സെറ്റ് ചെയ്തിട്ടാലും കുറേ കഴിയുമ്പോൾ അലൈൻമെൻറ്റ് മാറിപ്പോവാണ്. അതാണ് നമ്മുടെ ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം വരാം. പിന്നെ നമ്മൾ എത്ര ചെയ്താലും ക്ലിയർ ആവാത്ത രീതിയിൽ ഇങ്ങനെ ഓരോ കംപ്ലയിൻറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മളത് അഴിച്ച് ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് ചെയ്തിട്ട് ഓയിൽ സീൽ മാറ്റിയിടാം. പക്ഷേ അടുത്ത സർവീസിന് നോക്കിയപ്പോൾ വീണ്ടും തന്നെ ആയിരിക്കും അവസ്ഥ കേട്ടോ. അതിപ്പോൾ ചെയ്യാണ്ട് മാർഗ്ഗമില്ല. കാരണം ഈ കണ്ടീഷൻ ഓടിക്കഴിഞ്ഞാൽ മൊത്തം ഓയിൽ സീൽ തള്ളി ഓയിൽ പുറത്ത് വരും. അപ്പോൾ അത് ക്ലിയർ ചെയ്തിടാം. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റൊക്കെ കിടക്കണതുമേ. പക്ഷേ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും മാറ്റേണ്ട ഒരു പീരീഡാണ്, മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വേരിയേറ്റർ ബോഡിക്ക് വലിയ പഴക്കം തോന്നുന്നില്ല. ബോസ് ഡ്രൈവ് ഈ പറഞ്ഞ പോലെ പഴയ ബോസ് ഡ്രൈവാണ്. തൽക്കാലം കിടന്ന് ഓടണോണ്ട് കുഴപ്പമൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. ഈ സൈഡ് കപ്പ് ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് മാറി ഈ സൈഡ് ടച്ചായി ഇപ്പോൾ ആ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞങ്ങനെയാണ്. അപ്പോൾ നിലവിൽ ഈ കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതോ വർക്കിങ്ങിലൊന്നും വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ വലിയ കുറവ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഈ ക്ലച്ച് യൂണിറ്റാണ്. ഈ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ചാണല്ലോ. കഴിഞ്ഞ സർവീസിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യൂണിറ്റ് വീലുകളൊക്കെ കംപ്ലയിൻറ്റാണ്. അപ്പോൾ ഇത് അഴിച്ചാൽ മിക്കവാറും നമുക്കത് റീസെറ്റ് ചെയ്യൽ നടക്കില്ല. കാരണം അത്രയ്ക്കും ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ബെൽറ്റൊക്കെ മാറ്റി ഇടണേലും വലിയ കഥയൊന്നുമില്ല. അപ്പോൾ ശരിക്കും ക്ലിയറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് വീലുകൾ മാറ്റി അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ റോളർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്താലാണ് ഈ ചെയ്യണതുകൊണ്ട് വേറുള്ളൂ. എന്നാലാണ് അത്യാവശ്യം വണ്ടിക്ക് പെർഫോമൻസ് കിട്ടുള്ളൂ, പിക്കപ്പ് കിട്ടുള്ളൂ. അത് അത്യാവശ്യം ചിലവ് തന്നെ പരിപാടിയാണ് ഈ സാധനമൊക്കെ മാറ്റിയിടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് തരാം. അങ്ങനെ ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ നമ്മളിപ്പോൾ അഴിച്ച് ഗ്രീസിട്ട് കയറ്റി, ഇപ്പോൾ ഇത് അഴിച്ച് ഗ്രീസ് ഇടാനും പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഗ്രീസിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈറ്റ് വരാൻ സാധ്യത. അതിൻ്റെ ഉള്ളിലെ പിന്നൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഓവലായി പോയിട്ടേ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. എന്തായാലും നോക്കിയിട്ട് പറയും, ഞാൻ അതനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ ലെവൽ തീരെ കുറവായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് ഓയിൽ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാം. ഓയിൽ ലെവൽ കുറയണത് കൊണ്ട് ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണ് ആദ്യം വന്നതെന്ന് വെച്ചാൽ കയറ്റിയിട്ട് ഓയിൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എഞ്ചിന് പണി വരും. അത് പ്രത്യേകിച്ച് മാസ്റ്റർ എഡ്ജാണ്. എഞ്ചിൻ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര പൈസ മുടക്കി ചെയ്താലും സാധാരണ രീതിയിൽ ചുവവാറില്ല. അപ്പോൾ അത് പരമാവധി അത് അഴിക്കാത്തൊരു കണ്ടീഷൻ ഓടിക്കാൻ പറ്റുന്നതിൻ്റെ ആ രീതിയിൽ നോക്കാം.
പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്, ക്ലീൻ ചെയ്തിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ആയാലും ചെറിയൊരു ലീക്കേജ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് കണ്ടീഷൻ നോക്കിയിട്ട് അയച്ചാൽ മതി. ഏകദേശം 10-200-200 ചില്ലാണ്ട് ഗ്യാസ്കറ്റിന് വിലയുള്ള. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗൺ പിൻ സെറ്റ് പോയിട്ടുണ്ട്, കേബിൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെൻസർ യൂണിറ്റ് ഉണ്ട്, അത് ടൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ടൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കേബിളും ക്രൗണും പിന്നിനും മാറ്റി കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആക്കാം നമുക്ക്. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ലോഡായി തുടങ്ങിയാണെങ്കിൽ കാണാം കേട്ടോ. തൽക്കാലം വേണമെങ്കിൽ ഈ സർവീസിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം, പക്ഷേ ഒരു ഇടയിൽ മിക്കവാറും അത് കയറ്റേണ്ടതായിട്ട് വരും, കാരണം അത്രയ്ക്കും ടൈറ്റ് കാണിച്ചിട്ടുണ്ട് ഈ സൈഡിൽ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. 2021 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി 12.97 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 7.95 വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വലിയ താമസമില്ലാതെ ബാറ്ററി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും, സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. കാരണം ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. 8.5 വോൾട്ടിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ആ സ്ഥാനത്താണ് ഈ പറഞ്ഞ 7.9 വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കാം. ചിലപ്പോൾ ഇന്ന് കാണിക്കാം, ചിലപ്പോൾ നാളെ കാണിക്കാം, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കാം. എപ്പോഴേലും വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻറ്റ് വരും കേട്ടോ, അതറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ക്ലച്ച് യൂണിറ്റൊക്കെ പെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് വരും. അതല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം, ക്ലച്ച് വീലുകളടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളും എസ്റ്റിമേറ്റിൽ കാണിക്കാം, വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അതൊക്കെ നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് കേട്ടോ. ക്രൗൺ പിനിയൻ സെറ്റ് വരും, ഫ്രണ്ട് വീലിൻ്റെ 2 ബെയറിങ് വരും, ഫ്രണ്ട് വീലിൻ്റെ 2 ബ്രേക്ക് കേബിളുകൾ വരും, സ്പീഡോമീറ്റർ കേബിൾ, പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ്, ക്ലച്ചിലേക്ക് വരുമ്പോൾ ക്രാങ്കിൻ്റെ ഓയിൽ സീൽ, ക്ലച്ച് യൂണിറ്റിൻ്റെ 2 വീലുകൾ, അതിൻ്റെ റോളർ, പിന്നെ ഓയിൽ സീൽ, ഓറിങ്, അങ്ങനത്തെ ഐറ്റംസ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടത്. എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോട്ട് വാഷ്, ഓറിങ്, കേട്ടോ. ഇത്രയായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാം. ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. വീഡിയോ കൃത്യമായിട്ട് കാണാം, കണ്ട് മനസ്സിലാക്കാം. ഇനി എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവേണ്ടി നേരിട്ടൊന്ന് വിളിച്ചിട്ട് സംസാരിക്കുക. അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടുകയോ അതല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ.